Hello dear students, welcome to Physics by Grace YouTube channel. This is Dr. Saju K. John from Grace Institute of Advanced Physics. കഴിഞ്ഞ 6 ലെക്ചറുകളായിട്ട് നമ്മൾ IIT-JAM 2023 ഫിസിക്സ് പേപ്പറിൻ്റെ ഡിസ്കഷനിലായിരുന്നു. ഓക്കെ, നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ 6 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. നമ്മൾ 7ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. IIT-JAM ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്പാമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഓപ്പാമ്പിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് IIT-JAM ഫിസിക്സിൽ. എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന, ഒരു വർഷവും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു വർഷം വിട്ടുപോകാതെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പാർട്ടാണ് ഓപ്പറേഷൻ ആംപ്ലിഫയേഴ്സ്. ഈ ക്വസ്റ്റ്യൻ ഓപ്പറേഷൻ ആംപ്ലിഫയേഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. നോക്കൂ, ഇൻ ദ ഗിവൺ സർക്യൂട്ട് വിത്ത് ആൻ ഐഡിയൽ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഫോർ വാട്ട് വാല്യൂ ഓഫ് R1/R2 ദ ഔട്ട്പുട്ട് ഓഫ് ദ ആംപ്ലിഫയർ വി ഔട്ട് ഈസ് ഈക്വൽ ടു V2 - V1. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. V2 - V1 ആകണമെങ്കിൽ R1 R2 എത്രയാണ്? വാട്ട് ഷുഡ് ബി ദ റേഷ്യോ ഓഫ് R1 ആൻഡ് R2? ഈ വാല്യൂ എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള കാര്യം. നമുക്ക് നോക്കാം എന്തായാലും എങ്ങനെയാണ് ഇങ്ങനെ ഒരു സർക്യൂട്ടിൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാം. സാധാരണ ഓപ്പറേഷൻ ആംപ്ലിഫയറിൽ 2 കോൺഫിഗറേഷനാണുള്ളത്. ഒന്ന് ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷൻ. ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഇൻവേർട്ടിംഗ് ആയിട്ടുള്ള ഇൻപുട്ടിൽ അല്ലേ, ആ ടെർമിനലിൽ ഇൻപുട്ട് കൊടുക്കുന്നതാണ്, ലൈക്ക് ദിസ്. പക്ഷെ ഇവിടെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലും പ്ലസ് ടെർമിനലിലും ഇൻപുട്ട് ഉണ്ട്. ഓക്കെ, സാധാരണ സർക്യൂട്ടുകളിൽ ഒന്നുകിൽ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഇൻപുട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഇൻപുട്ട് ഉണ്ടാവും. ഞാൻ ഉദ്ദേശിച്ചത് ഒന്നുകിൽ മൈനസ് ടെർമിനലിൽ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്ലസ് ടെർമിനലിൽ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ 2 ടെർമിനലിൽ ഇൻപുട്ട് ഉണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ സർക്യൂട്ടിൻ്റെ ഗെയിൻ കണ്ടുപിടിക്കുക. ഗെയിൻ ഞാൻ തൽക്കാലം എ എന്ന് എഴുതാം. ഓക്കെ, ഗെയിൻ എത്രയാണെന്ന് വെച്ചാൽ ഗെയിൻ എന്നുള്ളത് ഡിഫറെൻ്റ് ആണ്. ഗെയിൻ ഇവിടെ വരുന്നത് നോക്കൂ, ഗെയിൻ ഈ പ്ലസ് ടെർമിനലിൽ ഇൻപുട്ട് കൊടുക്കുമ്പോഴും മൈനസ് ടെർമിനലിൽ ഇൻപുട്ട് കൊടുക്കുമ്പോഴും ഗെയിൻ ഡിഫറെൻ്റ് ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്ലസ് ടെർമിനലിൽ ഇൻപുട്ട് കൊടുക്കുമ്പോഴും മൈനസ് ടെർമിനലിൽ ഇൻപുട്ട് കൊടുക്കുമ്പോഴും ഗെയിൻ്റെ വാല്യൂ എന്താണ്? ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പ്ലസ് ടെർമിനലിൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഗെയിൻ്റെ വാല്യൂ ഈ ഫീഡ്ബാക്ക് ആക്ച്വലി നമ്മൾ എങ്ങനെ എഴുതുക? RF/R1 അല്ലെങ്കിൽ RI എന്നാണ് എഴുതുക. RI ഇവിടുത്തെ റെസിസ്റ്റൻസ് ആണ് RF. ഇതാണ് RF, ഇതാണ് നമ്മുടെ RI, ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് വിളിക്കുക. ഇവിടെ 2 ഈക്വൽ ആണ്. ഓക്കെ, R/R ആണ് വരിക, -R/R വിച്ച് ഇസ് ഈക്വൽ ടു -1 വരെ. നോക്കൂ, ഇത് ഏത് കേസിലാണ്? ഇൻവേർട്ടിംഗ് ടെർമിനലിൽ മാത്രം ഇൻപുട്ട് ഉള്ളപ്പോഴാണ്. മനസ്സിലായി? ഇൻവേർട്ടിംഗ് ടെർമിനൽ ഞാൻ ഇങ്ങനെ എഴുതാം, അതിന് A1 എഴുതാം. A1 ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഇൻപുട്ട് കൊടുക്കുമ്പോഴുള്ള ഗെയിനാണ്. ഇനി A2 എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇൻപുട്ട് കൊടുക്കുമ്പോഴുള്ള ഗെയിനാണ്. അവിടെ ഇൻപുട്ട് കൊടുക്കുമ്പോഴുള്ള ഗെയിൻ എന്താണെന്ന് വെച്ചാൽ 1+ അതിൻ്റെ ഫോമുല ചെയ്താൽ 1+ RF/RI ആണ്. സോ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 1+, ഇവിടെ RF RI ഒക്കെ 6 ആയതുകൊണ്ട് 1+ R/R 1 അല്ലേ, 1 + 1 2 ആണ് കിട്ടുക. 2 ആണ് കിട്ടുക. ഒരെണ്ണം -1 മറ്റേ 2. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് നോക്കൂ. ഔട്ട്പുട്ട് നമ്മൾ എഴുതുമ്പോൾ ഇവിടുത്തെ ഞാൻ VO1 എഴുതാം. VO എന്ന് ഉദ്ദേശിച്ചത് ഔട്ട്പുട്ടാണ്. 1 എന്ന് ഉദ്ദേശിച്ചത് ഈ ടെർമിനലിനെയാണ് ഉദ്ദേശിച്ചത്. 2 എന്ന് ഉദ്ദേശിച്ചത് ഈ ടെർമിനലിനെയാണ്. ഓക്കെ, 1 എന്ന് ഉദ്ദേശിച്ചത് V1 ഈ ടെർമിനലിൽ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട്, 2 എന്ന് ഉദ്ദേശിച്ച് ഇവിടുത്തെ ഇൻപുട്ട് കൊണ്ടുള്ള ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ VO1 എന്ന് പറഞ്ഞാൽ VO ഡ്യൂ ടു ദ ഫസ്റ്റ് ഇൻപുട്ട് V1 കൊണ്ടുള്ള. അപ്പോൾ അത് എങ്ങനെ വരിക? ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഗെയിൻ ഇൻറ്റു ഇൻപുട്ടാണ്. ഇവിടെ ഗെയിൻ എന്നുള്ളത് A1 ആണ്. A1ൻ്റെ വാല്യൂ 1 ആണ്. ഇൻപുട്ടിൻ്റെ വാല്യൂ V1 ആണ്. അപ്പോൾ അത് V1 തന്നെയാണ് വരുന്നത്. നോക്കൂ, -V1 സോറി, ഗെയിൻ എന്നുള്ളത് -1 ആണ്. സോ -V1 ആണ് വരിക. ഇനി ഇത് സെപ്പറേറ്റ് ചെയ്യണം. 2 ഇൻപുട്ട് വരുമ്പോൾ ഓപ്പാമ്പിൽ എന്ത് ചെയ്യണം? V1 ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ചെയ്യണം, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ചെയ്യണം, അവസാനം ഔട്ട്പുട്ടുകളെ ആഡ് ചെയ്യണം.
അപ്പോൾ ഈ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ ഇൻപുട്ട് കാരണമുള്ള ഔട്ട്പുട്ട് നമുക്ക് കണ്ടുപിടിക്കാം വി ഒ ടു കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കണം. ഈ V2 നേരിട്ടല്ല വരിക. വി ടു ഈ റെസിസ്റ്ററിലേക്കും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ക്ലോസ്ഡ് ലൂപ്പായിട്ട് അല്ലെങ്കിൽ സീരീസ് ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഏത് V2 R1 R2 കൂടെ പോകുന്ന സർക്യൂട്ട്. ഓപ്പാമ്പിൽ ഇവിടേക്കുള്ള കറണ്ട് എത്രയാണ്? ഓപ്പാമ്പിലേക്കുള്ള കറണ്ട് നെഗ്ലിജിബിൾ ആണ്. ഓപ്പാമ്പിലേക്കുള്ള കറണ്ട് നിങ്ങൾക്ക് ഇവിടേക്കായാലും കറണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഓപ്പാമ്പ് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ഉള്ള ഡിവൈസാണ്. ഓപ്പാമ്പിൻ്റെ ഇൻപുട്ടിലെ റെസിസ്റ്റൻസ് ഇമ്പിഡൻസ് വെരി ഹൈ ആണ്. സോ ദ കറണ്ട് ടു ദ ഓപ്പാമ്പ് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. കറണ്ട് ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഇറ്റ് ഈസ് വെരി വെരി സ്മോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇതൊരു സീരീസ് സർക്യൂട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ V2 എന്നുള്ള വോൾട്ടേജ് R1 R2 സീരീസിൽ കൊടുത്തേക്കാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? R1 എക്രോസ് ഒരു വോൾട്ടേജ് ഉണ്ടാവും, R2 എക്രോസ് ഒരു വോൾട്ടേജ് ഉണ്ടാവും. R2 എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് ഇവിടെ അപ്പിയർ ചെയ്യുക, VP. അതിനെയാണ് ഓപ്പാമ്പ് എന്ത് ചെയ്യുക? ആംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ പോസിറ്റീവ് ടെർമിനലിലെ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ VP ആയിട്ട് എടുക്കണം. മനസ്സിലായോ? 2 വോൾട്ടേജ് ഉണ്ടെങ്കിലും ഇവിടെ വരുന്ന വോൾട്ടേജ് എടുക്കണം. ഗ്രൗണ്ടിനും ഈ പോയിന്റിനും എടുക്കുന്ന വോൾട്ടേജ് VP ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ VO2 കാണുമ്പോൾ നമ്മൾ A2 × VP ആണ് കണ്ടുപിടിക്കേണ്ടത്. A2 എത്രയാണ് നമുക്കറിയാം? 2 ആണ്. VP എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ VP ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. VP എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ, നോക്കൂ, നമ്മൾ ഇവിടുത്തെ വോൾട്ടേജ് കാണുമ്പോൾ R2 എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് അല്ലേ? അപ്പോൾ കറണ്ട് ഇൻറ്റു R2 എന്നാണ് നമ്മൾ എഴുതുക. R2 ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആയതുകൊണ്ട് ഇവിടുത്തെ വോൾട്ടേജ് എങ്ങനെ എഴുതുക? ഏതൊരു റെസിസ്റ്ററിലെയും വോൾട്ടേജിനെ എങ്ങനെ എഴുതുക? കറണ്ട് ഇൻറ്റു ദാറ്റ് റെസിസ്റ്റൻസ് എന്നല്ല എഴുതുക. കറണ്ട് ഇൻറ്റു എന്താണ് ഇവിടുത്തെ ടോട്ടൽ കറണ്ട്? ഇതൊരു സീരീസ് സർക്യൂട്ടാണ് അല്ലേ? നോക്കൂ, V2 എന്ന് കറണ്ട് V2 ഉണ്ട്, പിന്നെ R1 ഉണ്ട്, R2 ഉണ്ട്. ഞാൻ നേരെ വരയ്ക്കുകയാണത്. ഇതാ ഗ്രൗണ്ടിലേക്ക് അവസാനിക്കുന്ന ഒരു സർക്യൂട്ട്. ഇത് R1, ഇത് R2. അപ്പോൾ ഇതിൽ രണ്ടിലും ഒരേ കറണ്ടാണ് അല്ലേ? 2 റെസിസ്റ്ററിലും ഒരേ കറണ്ട് ഒഴുതാൻ. ആ ടോട്ടൽ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ടോട്ടൽ കറണ്ട് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഐ എങ്ങനെ കണ്ടുപിടിക്കാം? വോൾട്ടേജ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുക. R1 + R2 ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. വോൾട്ടേജ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് ഇങ്ങനെ കണ്ടുപിടിക്കുക. ഇൻറ്റു R2 കൂടി ഉണ്ട് അല്ലേ? I × R2 അല്ല. ഐ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? വോൾട്ടേജ് അപ്ലൈഡ് വോൾട്ടേജ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇതാണ് VPയുടെ ഫോർമുല. ഇനി ക്വസ്റ്റ്യനിൽ നോക്കൂ, VP. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് VO2 ഈസ് ഈക്വൽ ടു, വാട്ട് ഈസ് VO2? VO2 ഈസ് ഈക്വൽ ടു A2 എത്ര? 2 അല്ലേ? A2 2 അല്ലേ? ഞാൻ ഇക്വേഷനാണ് പറയുന്നത്. A2 × V2 R2 ഡിവൈഡ് ബൈ R1 + R2. VPയുടെ വാല്യൂ ആണ് ഞാൻ കൊടുക്കുന്നത്, R1 + R2. ഓക്കെ, ക്വസ്റ്റ്യനിൽ നോക്കൂ, ക്വസ്റ്റ്യനിലെ ഔട്ട്പുട്ട് എത്രയാണ് തന്നിട്ടുള്ളത്? അപ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട് എത്രയാണ്? ടോട്ടൽ ഔട്ട്പുട്ട് എന്നുള്ളത് ദിസ് ഈസ് ദ സം ഓഫ് VO1 ആൻഡ് VO2 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടെർമിനലിൽ ഇൻപുട്ട് കൊടുത്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ ഔട്ട്പുട്ടും പോസിറ്റീവ് ടെർമിനലിൽ ഇൻപുട്ട് കൊടുത്തപ്പോൾ കറസ്പോണ്ടിങ് ആയി കിട്ടിയ ഔട്ട്പുട്ടിൻ്റെ സമ്മാണ്. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നോക്കൂ, ഇറ്റ് ഈസ് VO എന്നുള്ളത് -1 ആണ്, -V1 ആണ്, പ്ലസ് VO2 എന്നുള്ളത് എത്രയാണ്? 2V2 R2 ഡിവൈഡ് ബൈ R1 + R2 അല്ലേ? ഈ വാല്യൂ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? ദിസ് ഈസ് V2 - V1 അല്ലേ? ഇത് V2 - V1 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ദിസ് ഈസ് ഈക്വൽ ടു V2 - V1, അല്ലെങ്കിൽ ഞാൻ ഓർഡറായിട്ട് എഴുതാം -V1 + V2. ഞാനിത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഓർഡറായിട്ട് V2 - V1 എന്നുള്ളത് V2 രണ്ടാമത് എഴുതി, V1 ആദ്യം എഴുതി, -V1 ആദ്യം എഴുതി. അപ്പോൾ നോക്കൂ, ഇത് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി V1 ഈക്വൽ ആണ്. -V1 രണ്ട് സൈഡിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ V2 നോക്കൂ. ഇനി സെക്കൻഡ് ടൈം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് കിട്ടുക, ഞാൻ അടുത്ത പേജിൽ എഴുതാം. ഇതാ, അപ്പോൾ നമുക്ക് V2 ഈസ് ഈക്വൽ ടു അല്ലേ? V2 ഈസ് ഈക്വൽ ടു 2V2 R2 ഡിവൈഡ് ബൈ R1 + R2. കറക്റ്റ് അല്ലേ? ഇവിടെ V2 കട്ട് ചെയ്യുക. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു 2R2 ഡിവൈഡ് ബൈ R1 + R2 അല്ലേ? ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൂ. അപ്പോൾ 1 × R1 + R2, ദാറ്റ് ഈസ് R1 + R2 ഈസ് ഈക്വൽ ടു 2R2. ഈ R2 റൈറ്റ് സൈഡിലേക്ക് എടുത്ത് എന്ത് വരും? R1 ഈസ് ഈക്വൽ ടു 2R2 - R2 എന്ന് പറഞ്ഞാൽ R2. അപ്പോൾ R1 / R2 എത്രയാണ് കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ആ റേഷ്യോ 1 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ട് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നമ്മൾ
ഔട്ട്പുട്ട് കണ്ടുപിടിച്ച് ഇങ്ങനെയാണ്. ഈ രണ്ടിടത്ത് ഇൻപുട്ട് ഉണ്ടെങ്കിൽ മൈനസിലും പ്ലസ്സിലും ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ടെർമിനലിലും ഇൻപുട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പ് ആമ്പിൽ രണ്ട് ടെർമിനലിലും ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് കാണുമ്പോൾ ഈ ഒന്നാമത്തെ ഇൻപുട്ട് കൊണ്ടുള്ള ഔട്ട്പുട്ട് പ്ലസ് രണ്ടാമത്തെ ഇൻപുട്ട് കൊണ്ടുള്ള ഔട്ട്പുട്ട് സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, രണ്ട് പ്ലസ് മൈനസിൻ്റെ ഗെയിനും പ്ലസിൻ്റെ ഗെയിനും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെയാണ് ചെയ്തത്. വി ഒ ഇസ് ഈക്വൽ ടു VO1. VO1 എന്ന് പറഞ്ഞാൽ A1 ഇൻറ്റു അതിൻ്റെ അവിടെ കൊടുത്തിട്ടുള്ള ഇൻപുട്ട് പ്ലസ് മറ്റേത് A2 ഇൻറ്റു അവിടെ കൊടുത്തിട്ടുള്ള ഇൻപുട്ട്. V2 നേരിട്ടല്ല വരെ VP ആണ് അവിടെ വരുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ല, A1 നമ്മളെങ്ങനെയാണ് നെഗറ്റീവ് ടെർമിനലിൻ്റെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ആ ഫോമുല ഇതാണ്. അത് നമ്മൾ സെപ്പറേറ്റ് പഠിച്ചു വയ്ക്കുന്നത് അല്ലേ. RF/RI എന്നുള്ള ഫോമുലയാണ് ഇൻറ്റു V1 പ്ലസ് പോസിറ്റീവ് ടെർമിനൽ എങ്ങനെയാണ് ചെയ്തത്? അത് A2 1 പ്ലസ് RF/RI എന്നുള്ള ഫോമുല വെച്ച് ചെയ്തു അല്ലേ, ഇൻറ്റു VP അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ആണ് എന്ത് കിട്ടി? ഇത് രണ്ട് ഈക്വൽ ആയതുകൊണ്ട് 6 ആയതുകൊണ്ട് -V1 കിട്ടി. -1 ഇൻറ്റു V1. ഇവിടെ ഇത് ഈക്വലാണ്. അപ്പോൾ 1 ആണ്. 1 + 1 2 കിട്ടി. 2VP കിട്ടി അല്ലേ. ഇനി VP നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. VP കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് VP എന്നുള്ളത് R1ഉം R2നും അക്രോസ് ആയിട്ടാണ് V2 എന്നുള്ള വോൾട്ടേജ് ഒഴുകുന്നത് അല്ലേ. V2 എന്നുള്ള വോൾട്ടേജ് R1ഉം R2നും അക്രോസ് ആയിട്ടാണ് ഒഴുകുന്നത് ഈ സർക്യൂട്ടിൽ. അപ്പോൾ അത് വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ആയിട്ട് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അത് സീരീസ് നെറ്റ്വർക്ക് ആയിട്ട് വിചാരിച്ചിട്ട് V2 ഇൻറ്റു കറണ്ട്, അവിടുത്തെ കറണ്ട് V2/ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. എന്നിട്ട് അതിനെ R2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ R2നെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കിട്ടും. അതാണ് VP. അപ്പോൾ അതാണ് നമ്മളിവിടെ കൊടുത്തത് അല്ലേ. -V1 + 2 ഇൻറ്റു V2 R2 /R1 + R2. ഇനി ഈ ഔട്ട്പുട്ട് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലേ. എന്ത് തന്നിട്ടുള്ളത്? V2 - V1 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ V1 രണ്ട് ടൈമിലും ഉണ്ട്. പിന്നെ V2 എന്നുള്ളത് ഈ ടൈം ഇക്വേറ്റ് ചെയ്തു. അതാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ നമുക്ക് R1/R2 1 കിട്ടി. ക്ലിയർ അല്ലേ? ഇത് കുറച്ച് ഐഡിയകൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ A ആണ്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഓപ്പ് ആമ്പിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.